ലണ്ടനിൽ പോയി ആരിഫ് തേഞ്ഞെന്നാണ് 2 ദിവസമായിട്ടുള്ള വാർത്ത. നമ്മൾ 21-ാം നൂറ്റാണ്ടായി, നമ്മള് റോക്കറ്റ് ഒക്കെ വിട്ടു കഴിഞ്ഞു, ചൊവ്വയിലേക്ക് മനുഷ്യർ പോകാൻ പോണു, ക്വാണ്ടം ഫിസിക്സിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അച്ഛന് അവിഹിതത്തിലുണ്ടായ മകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്നൊക്കെയാണ് നമ്മുടെ ചർച്ച. മോശം മോശം എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് അല്ലെ? സ്വന്തം അച്ഛന് അവിഹിതത്തിലുണ്ടായ മകളെ കല്യാണം കഴിക്കാൻ പാടുണ്ടോ, ആ മകളുമായിട്ട് ലൈംഗിക ബന്ധം പാടുണ്ടോ എന്നൊക്കെയാണ് ചർച്ച. മോശം മോശം പറഞ്ഞാൽ അങ്ങേയറ്റം മോശം. ഈ ഒരു ചർച്ചയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഇസ്ലാമാണ്, ഖുർആനാണ്. ഖുർആൻ സൂറത്ത് നിസാ 23-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ മകൾ എന്ന് മാത്രമാണ് പറയുന്നത്. അല്ലാതെ വിവാഹത്തിലുണ്ടായ മകൾ, അല്ലാത്ത മകൾ എന്നൊന്നും വേർതിരിവൊന്നും അവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ മകൾ, സഹോദരി, മാതാവ് ഇവരുമായിക്കൊണ്ട് ലൈംഗിക ജീവിതം പാടില്ല, ഇവരെ കല്യാണം കഴിക്കാനും പാടില്ല എന്ന് പറയുമ്പോൾ, ഇതാണല്ലോ ഖുർആന്റെ കൽപ്പന എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ എന്തിനാണ് ഖുർആൻ ഇത്തരത്തിലൊരു ചർച്ച കൊണ്ടുവരുന്നത്? ആരെങ്കിലും സ്വന്തം മാതാവിനെ കല്യാണം കഴിക്കുമോ? ആരെങ്കിലും സ്വന്തം സഹോദരിയെ കല്യാണം കഴിക്കുമോ? ആരെങ്കിലും സ്വന്തം മകളെ കല്യാണം കഴിക്കുമോ? ഇതാണല്ലോ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കുറച്ച് കല്യാണങ്ങൾ കാണിക്കാം. അതെല്ലാം ഇന്ത്യയിൽ നടന്നതാണ്. ഈ റീസെന്റ് നടന്ന കുറച്ച് കല്യാണങ്ങളാണ്. ഇപ്പോൾ കാണുന്നത് സ്വന്തം പിതാവ് മകളെ കല്യാണം കഴിച്ചതിന്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. അതും ഒരു സ്വന്തം പിതാവ് സ്വന്തം മകളെ തന്നെ കല്യാണം കഴിച്ചതിന്റെ ഒരു ചിത്രമാണ് കാണുന്നത്. ഇത് സ്വന്തം മകൻ, മൂത്ത മകൻ സ്വന്തം അമ്മയെ കല്യാണം കഴിച്ചതിന്റെ ഒരു വീഡിയോ ആണ് ആ കാണുന്നത്. അത് മൂത്ത മകനാണ് അമ്മയെ കല്യാണം കഴിച്ചത്. ഇതും സ്വന്തം പിതാവ് മകളെ കല്യാണം കഴിച്ച, ഇതെല്ലാം ഇന്ത്യയിലാണ് കേട്ടോ നടന്നിട്ടുള്ളത്. സ്വന്തം പിതാവ് മകളെ കല്യാണം കഴിച്ചതിന്റെ വീഡിയോ ആണ് കാണുന്നത്. ഇത് സ്വന്തം പെങ്ങൾ സ്വന്തം സഹോദരനെ, സ്വന്തം കൂടപ്പിറപ്പിനെ കല്യാണം കഴിച്ചതിൻ്റെയാണ് ആ കാണുന്നത്. ഇവിടെയാണ് 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഖുർആനിന്റെ കൽപ്പന പ്രസക്തമാകുന്നത്. നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ മകൾ ഇവരുമായിക്കൊണ്ട് ലൈംഗിക ജീവിതം പാടില്ല, ഇവരുമായിക്കൊണ്ട് വിവാഹ ജീവിതം പാടില്ല എന്ന ഭാഗം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഇനി എനിക്ക് ഇവിടുത്തെ നാസ്തികരോട് ചോദിക്കാനുള്ളത്, ഞാൻ എൻ്റെ വീഡിയോയിൽ ആദ്യം കാണിച്ച ആ സഹോദരി, അവര് എത്തീസ്റ്റ് സംഘടനയുടെ പ്രവർത്തകയൊക്കെയാണ്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? സ്വന്തം മാതാവുമായിക്കൊണ്ട്, സ്വന്തം സഹോദരിയുമായിക്കൊണ്ട്, സ്വന്തം മകളുമായിക്കൊണ്ടുള്ള ലൈംഗിക ജീവിതം, അതിനെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ലിറ്റ്മസ് 2019 എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു പരിപാടിയിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് നിങ്ങളൊരു പ്രമേയം പാസ്സാക്കിയിരുന്നു. അഥവാ സ്വന്തം മാതാവുമായിക്കൊണ്ട്, പെങ്ങളുമായിക്കൊണ്ട്, മകളുമായിക്കൊണ്ടുള്ള ലൈംഗിക ജീവിതം അവർക്ക് സമ്മതമാണ് എങ്കിൽ അത് തെറ്റല്ല എന്നതായിരുന്നു നിങ്ങൾ പാസ്സാക്കിയ ആ പ്രമേയം. പിന്നീട് വലിയ വലിയ വിമർശനമുണ്ടായ സമയത്ത് നിങ്ങൾ ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് ആ നിലപാട് തിരുത്തേണ്ടി വന്നു. നിങ്ങൾക്ക് തന്നെ തിരുത്തേണ്ടി വന്നത്, നിങ്ങൾ ആ പറഞ്ഞത് കേരളത്തിൽ നിന്ന് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ തിരുത്തേണ്ടി വന്നത്. കാരണം കേരളത്തിന്റെ മണ്ണ് ഇപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പാകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ചർച്ചയിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? സ്വന്തം മാതാവുമായിക്കൊണ്ട്, സഹോദരിയുമായിക്കൊണ്ട്, മകളുമായിക്കൊണ്ട് ലൈംഗിക ജീവിതം പാടുണ്ടോ ഇല്ലയോ? ഇല്ല എങ്കിൽ എന്താണ് അതിന്റെ മാനദണ്ഡം? ലിറ്റ്മസ് 19 എന്ന് പറഞ്ഞ പരിപാടിയിൽ നിങ്ങളാണല്ലോ പ്രഖ്യാപിച്ചത് ഇത്തരത്തിലുള്ള ലൈംഗികത അവർക്ക് സമ്മതമാണ് എങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് നിങ്ങളാണ് പ്രഖ്യാപിച്ചത്. അവിടെയും ഖുർആൻ 1500 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നുണ്ട്, ഇല്ല കേട്ടോ, നിങ്ങൾ അത് ചെയ്യരുത്. മാതാവുമായിക്കൊണ്ട്, സഹോദരിയുമായിക്കൊണ്ട്, മകളുമായിക്കൊണ്ടുള്ള ലൈംഗികത, വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് തെറ്റാണ് എന്നതാണ് ഖുർആനിന്റെ നിലപാട്. എന്താണ് നിങ്ങളുടെ നിലപാട്?